കഠിനംകുളത്ത് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ജോൺസൺ പിടിയിൽ. കോട്ടയം ചിങ്ങവനത്തു നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിഷവസ്തു കഴിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ജോൺസനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. നേരത്തെ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ സംഭവങ്ങൾ? എപ്പോഴാണ് പ്രതി പിടിയിലായത്? ശ്രീനിധി, അല്പസമയം മുൻപാണ് കോട്ടയം ചിങ്ങവനത്ത് വെച്ച് ഈ പ്രതി ജോൺസണെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പ്രതി ഇയാൾ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് അന്വേഷണ സംഘം പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇയാൾ പോകാൻ സാധ്യതയുള്ള, അതായത് കൊല്ലത്തും എറണാകുളത്തും അടക്കം ഇയാൾക്ക് സുഹൃത്തുക്കളുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇവിടങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ കോട്ടയത്ത് നിന്നാണ് ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയം ചിങ്ങവനത്ത് വെച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തോ തരത്തിലുള്ള ഒരു വിഷവസ്തു ഇയാൾ കഴിച്ചിട്ടുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം ഇപ്പോൾ കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇയാളുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ജോൺസൺ ഔസേഫ് എന്നയാളാണ് ഈ കൃത്യം നടത്തിയത് എന്ന ഒരു സ്ഥിരീകരണം പോലീസിന് വരുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകളും പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കൃത്യം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെയും ഈ പെരുമാതുറയിലെ ഒരു വാടക വീട്ടിൽ ഇയാൾ താമസിച്ചു വരികയായിരുന്നു. ഇവിടെ നിന്ന് ഒരു കത്തി അടക്കം എടുത്ത് ഇയാൾ രാവിലെ പോകുന്നത്, അത് സംബന്ധിച്ച തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ഈ കൊല നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ ആതിരയുമായി ഒരു അടുപ്പമുള്ള ആളായിരുന്നു ഈ ജോൺസൺ. ഒരു ഘട്ടത്തിൽ ഈ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്റെ കൂടെ പോരണം എന്ന ഒരു ആവശ്യം ഈ ജോൺസൺ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇത് ആതിര നിരസിച്ചതോടുകൂടിയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതിയെ ഇപ്പോൾ കോട്ടയം ചിങ്ങവനത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷവസ്തു എന്തോ ഇയാൾ കഴിച്ചതായാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി നിലവിലിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണം എന്തൊക്കെയായിരുന്നു? നേരത്തെ ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണുള്ള പരിചയമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോകാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്രീവിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീൽസ് വഴിയൊക്കെയാണ് ഇയാൾ ഒരു 15,000-ലേറെ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജ് ഇയാളുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റീൽസുമായി ബന്ധപ്പെട്ടാണ് ആതിരയും ഈ ജോൺസണും തമ്മിലൊരു അടുപ്പത്തിലാവുന്നത്. പിന്നീട് ഈ അടുപ്പം എന്ന് പറയുന്ന ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ആതിരയെ കാണുന്നതിന് വേണ്ടി അടക്കം ഈ ആതിരയുടെ വീട്ടിലേക്ക് ജോൺസൺ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ അടക്കം കാണിച്ച് ആതിരയെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തതായുള്ള കാര്യങ്ങൾ കൂടി പോലീസിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 1,00,000-ലധികം രൂപ ഇയാൾ ആതിരയിൽ നിന്ന് തട്ടിയെടുത്തതായാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിനു ശേഷമാണ് ഈ കുടുംബത്തെ ഉപേക്ഷിച്ച് തന്റെ കൂടെ വരണം എന്ന ആവശ്യം ഈ ജോൺസൺ ആതിരയുടെ മുന്നിൽ വെക്കുന്നത്. എന്നാൽ ഇത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഇത് ആ നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ആതിരയ്ക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുകയും ഈ ആവശ്യം നിരസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇവരെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജോൺസൺ നീങ്ങുന്നത് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കൊല നടത്തിയിട്ടുള്ളത് ജോൺസൺ തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇതിന് പിന്നാലെ ഇയാൾക്കായുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഇയാളെ കോട്ടയത്ത് വെച്ച് പിടികൂടിയിട്ടുള്ളത്. കമലേഷ്, പ്രതിക്ക് നേരത്തെ മറ്റ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ശ്രീമതി, ആ നിലയിലുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയിൽ തന്നെയാണ് പോലീസ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെയും ഈ ആതിരയുടെ വീടിനടുത്ത് ഇയാൾ ഒരു വാടക മുറി എടുക്കുകയും അവിടെ താമസിച്ചു പോരുകയുമായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ കൊലയ്ക്ക് ഉപയോഗിച്ചിരുന്ന കത്തി ഉൾപ്പെടെ ഈ കത്തിയും കൊണ്ടാണ് ഇയാൾ ആതിരയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ച് കഴുത്തറുത്ത് ആതിരയെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആതിരയുടെ ഭർത്താവാണ് ഈ മൃതദേഹം കാണുന്നത്. ഏതായാലും ഈ പ്രതിയെ സംബന്ധിച്ച് മറ്റു കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഇവർ തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം
വഴി ഉണ്ടായിട്ടുള്ള ഒരു അടുപ്പമാണ്. പിന്നീട് അത് അല്പം ആഴത്തിലുള്ള ഒരു അടുപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ പ്രതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ചിത്രങ്ങളൊക്കെ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ആതിരയിൽ നിന്ന് പണം തട്ടുകയും ചെയ്തു. ഇത് പതിവാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കൊല നടക്കുന്നതിന് ഒരു 3 നാൾ മുൻപ് അടക്കം 2500 രൂപ ഈ ആതിരയിൽ നിന്നും ഇയാൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇയാളുടെ കൂടെ പോകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിലേക്ക് ഇയാൾ കടന്നതോടുകൂടിയാണ് ആതിര ഇതിൽ നിന്നും പിന്മാറാൻ ഒരു ശ്രമം നടത്തുന്നത്. എന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ ഇയാൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അത്തരത്തിലാണെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും ഈ ഒരു ആതിരയിൽ നിന്നും ഇങ്ങനെ ഈ ആവശ്യം നിരസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് പ്രതി നീങ്ങുന്നത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ശ്രീ തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ജോൺസൺ പിടിയിലായിരിക്കുകയാണ്. കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിഷവസ്തു കഴിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ജോൺസനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കമലേഷാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.